കൊടുങ്കാറ്റിൻ്റെ സംഗീതത്തിൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ ഒരു പ്രത്യേക ദിനത്തിൻ്റെ മാധുര്യത്തിൽ നിറയുന്നു. പോയ കാലത്തു നിന്ന് ഊർജം ഉൾക്കൊള്ളാതെ വർത്തമാനകാലത്തിന് നിലനിൽപ്പില്ല. ഓരോ മുത്തച്ഛനും മുത്തശ്ശിയും ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ്. അവരെ അറിയാത്ത, അവരിലില്ലാത്ത ഓരോ വീടും ജീവസത്തതാണ്. വരും തലമുറയ്ക്കായി നമുക്കവരെ നെഞ്ചോട് ചേർക്കാം, ആ മഹാപാരമ്പര്യത്തിൻ്റെ തുടർച്ചയ്ക്കായി. ദൈവകൃപയാൽ മാത്രമാണ് ഓരോ ദിവസവും സുന്ദരമാകുന്നത്. ജീവിതത്തിൻ്റെ വഴികാട്ടികളായ മുത്തച്ഛനും മുത്തശ്ശിയുമാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങൾ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പാഠങ്ങളാക്കുന്ന നക്ഷത്രങ്ങളാണ് നമ്മുടെ മുത്തശ്ശിയും മുത്തച്ഛനും. അവരുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ദിനമായ ഈ ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷത്തിലേക്ക് എത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കാൻ 5Dയിൽ നിന്നും ദിയ ഗിരീഷിനെ ക്ഷണിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യ ഘട്ടമാണ് വാർദ്ധക്യം. വാർദ്ധക്യം വെറും ശാരീരികാവസ്ഥ മാത്രമല്ല, അനുഭവങ്ങളുടെ, അറിവിൻ്റെ, ജീവിതബോധത്തിൻ്റെ സമാഹാരവും കൂടിയാണ്. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് മാർഗദർശകങ്ങളാകുന്ന ജ്ഞാനവും മൂല്യങ്ങളും മുതിർന്നവർ വഴി പുതുതലമുറയിലേക്ക് കൈമാറപ്പെടുന്നു. ഇപ്രകാരമുള്ള വ്യക്തിത്വങ്ങൾക്കായി നടത്തപ്പെടുന്ന പരിപാടിയിൽ വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം അർപ്പിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളെ പോലെ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്നവരാണ് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. കാലം മാറുമ്പോഴും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും മൂല്യങ്ങൾ നമ്മിലെത്തിച്ച മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും ആദരിക്കാനായി മാറ്റിവച്ചിരിക്കുന്ന ഇന്നത്തെ പ്രത്യേക പരിപാടിയിൽ മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് ശ്രീമതി കുസുമം ആർ പുന്നപ്രയാണ്. പ്രശസ്തയായ സാമൂഹിക പ്രവർത്തകയും സാഹിത്യകാരിയുമാണവർ. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തും എന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ അർത്ഥമാക്കുന്ന ജീവിത വിജയം നേടിയെടുത്ത വ്യക്തിത്വമാണ് ശ്രീമതി കുസുമം ആർ പുന്നപ്ര. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലും IT മേഖലയിലും പ്രവർത്തിക്കുന്ന വനിതകൾക്ക് ശമ്പളത്തോടെ 6 മാസം പ്രസവാവധി അനുവദിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. അതിന് ചുക്കാൻ പിടിച്ചത് ശ്രീമതി കുസുമം ആർ പുന്നപ്രയാണ്. മാത്രമല്ല 25-ൽ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന IT കമ്പനികൾ ഉൾപ്പെടെ സൗജന്യ ക്രഷ് വേണമെന്ന നിബന്ധനയുണ്ടാക്കാനും പ്രിയ അമ്മയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ പറഞ്ഞ കഥ, ലണ്ടൻ യാത്ര, മാന്ത്രിക പേടകം, കാണാപ്പുറം തേടി എന്നിവയാണ് ശ്രീമതി കുസുമം ആർ പുന്നപ്രയുടെ പ്രധാന കൃതികൾ. ഊണ് കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഊട്ടുപുരയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ലോകത്തോട് വിളിച്ചറിയിച്ച ശ്രീമതി കുസുമം ആർ പുന്നപ്രയെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇരുന്നുള്ള വീക്ഷണമാണെങ്കിലും നമ്മുടെ അരികിലെത്തുന്നത് അതിവിശിഷ്ടമായ സേവനമാണ്. അതിന് നമ്മെ പ്രാപ്തമാക്കുന്ന മാനേജർ ഫാദർ ചാക്കോ മനക്കൽ CMIയെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം ഈ വിദ്യാലയത്തിൻ്റെ നെടും തൂണും വിദ്യാർത്ഥികളുടെ സ്നേഹഭാജനവുമായ പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിറിയക്കാനയിൽ CMIയെ. വലം കൈയായ ബർസർ റവറൻ ഫാദർ ഐസക് പുന്നൂർ CMIയെ ആദരവോട് ക്ഷണിക്കുന്നു. വിരൽ സ്പർശത്താൽ വീണ വായിക്കുന്ന ലാഘവത്തോടെ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ തൻ്റെ സജീവ സാന്നിധ്യം അറിയിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ശിവകാമി ടീച്ചറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലഘട്ടത്തിൻ്റെ അനിവാര്യം മാത്രമാണെന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഊർജ്ജസ്വലയായി പ്രവർത്തിക്കുന്ന ജൂനിയർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഡോക്ടർ മീനാക്ഷി രാമചന്ദ്രൻ ടീച്ചറിനെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേതൃത്വ പാഠവും ഒരു കലയാണെന്ന് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തി മുന്നേറുന്ന അക്കാഡമിക് കോർഡിനേറ്റർ ശ്രീമാൻ രാജശേഖരൻ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് തൻ്റെ വ്യക്തിത്വത്തിലൂടെ കാട്ടിത്തരുന്ന ശ്രീമാൻ ടോം ജോസഫ് സാറിനെ ആദരവോട് ക്ഷണിക്കുന്നു. വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ PTA മെമ്പർ ഡോക്ടർ അൻസു എൽസ വർഗീസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുത്തച്ഛന്മാരെ മുത്തശ്ശിമാരെ സന്തോഷിപ്പിക്കുന്നതിനും അവർക്കായി ഒരു ദിനം മാറ്റിവയ്ക്കുന്നതിനും മുൻകൈയെടുത്ത സ്കൂൾ മാനേജ്മെൻറ്റിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രത്യേക പരിപാടിക്ക് നല്ല നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയ അധ്യാപകരെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ മെറിൻ മിസ്സിനെയും ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സന്തോഷത്തിൻ്റെ പൂത്തിരി തെളിയുന്ന ഈ സദസ്സിൽ കണ്ണുകൾക്ക് നിറക്കാഴ്ച ഒരുക്കി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു സ്വാഗത നൃത്തവുമായി നമ്മുടെ പ്രിയ കൂട്ടുകാർ. മുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദലഹരിയിൽ വിശ്വസുന്ദര
രസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദലഹരി ആന്തോളനം ദോളനം ആന്തോളനം ദോളനം. താങ്ക് യു. ഇന്നത്തെ ഈ പരിപാടി മില്ലി ലവ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നടത്തുന്നതിനായി എത്തിച്ചേർന്ന മുഖ്യാതിഥി ശ്രീമതി കുസുമം ആർ പുന്നപ്രയെയും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ മുഖ്യാതിഥി നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. മാറത്തിരിക്കും കുഞ്ഞു പൂവേ വേനലും വർഷവും താണ്ടി വരുമാ കാലങ്ങളൊക്കെയും താണ്ടി വേനലും വർഷവും താണ്ടി വരുമാ കാലങ്ങളൊക്കെയും താണ്ടി. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അപ്പൂപ്പനും അമ്മൂമ്മമാരും അവരുടെ എല്ലാ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഇവിടെ പ്രസൻ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഫാദർ ചാക്കോ മനയ്ക്കൽ, റഫറൻ ഫാദർ സിറിയക്കനായിൽസ്, റഫറൻ ഫാദർ ഐസക് പുന്നൂർ, മിസ്സസ് ശിവകാമിയം, ഡോക്ടർ മീനാക്ഷി രാമചന്ദ്രൻ, മിസ്റ്റർ രാജശേഖർ, മിസ്റ്റർ ടോം ജോസഫ്, ഡോക്ടർ അൻസു എൽസ വർഗീസ്, ഇവരെ എല്ലാവരോടും ഈ വേദി പങ്കിടാൻ അവസരം തന്നതിന് ഞാൻ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ആക്ച്വലി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഏതോ ഒരു റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറോട് എൻ്റെ അടുത്തുള്ള എൻ്റെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം റിലേ ചെയ്ത ഒരു രാജേഷ് പയ്യൻ, എൻ്റെ മോൻ്റെ പ്രായം വരും, അവനാണ് എന്നെ ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്തതെന്ന് ഞാൻ ഇന്നലെ വൈകിട്ടാണ് മനസ്സിലാക്കിയത്. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ക്രൈസ്റ്റ് നഗർ കവടിയാറ് ഞാൻ പോയിട്ടുണ്ട്, ആ ഫാദറായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഒരു നല്ല പുസ്തകവും അവിടെ കൊടുത്തിട്ടുണ്ട്, ജോജോ ആൻഡ് സാന്താക്ലോസ്. അത് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് അയച്ചു തരാം. ഒരൊന്നാം തരം കുഞ്ഞു ബുക്കാണ്, എൻ്റെ കുഞ്ഞുമോന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ബുക്കാണ്. അപ്പോൾ ഒരു പ്രസംഗം നടത്തിയൊന്നുമുള്ള ഒരു പരിചയം എനിക്കില്ല. എൻ്റെ എല്ലാ പ്രവർത്തികളും ആ കുഞ്ഞുമോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രവൃത്തിയിലാണ് ഞാൻ കൂടുതൽ പരിചയം, ഇത് ആത്മാർത്ഥമായി പറയുകയാണ്. പിന്നെ ഇതുപോലെ എന്നെ മുഖ്യ പ്രാസംഗികയൊക്കെ ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ സമ്മതിക്കുകയുള്ളൂ. കാരണം പ്രസംഗം ഒരു കലയാണ്. പിന്നെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഇല്ലെന്ന് പറയുന്നില്ല. എൻ്റെ മൂത്ത സഹോദരി എന്നെ 5ാം ക്ലാസ് തൊട്ടേ പ്രസംഗ കലയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അവരുടെ അത്രയും ഞാൻ പ്രഗത്ഭയായിട്ടില്ല, എന്നാലും ഞാൻ സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട്. എല്ലാ കലകളിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഇന്നത്തെ ഇവിടെ ആ കുഞ്ഞുമക്കളുടെ ആ പ്രകടനം അതെന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എത്ര നന്നായിട്ടാണ് അവർ പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ ആ കുഞ്ഞുമോൾ വന്നു നിന്ന് അഡ്രസ്സ് ചെയ്ത ആ ഒരു സംഭാഷണം അത് എന്നെ ഒരുപാട് ആകർഷിച്ചു. ഒരുപാട് നല്ല, ഞാൻ വേറൊരു മാനേജ്മെൻറ്റിനെ ഇല്ല, ഞാൻ കണ്ടതിലേക്കും വെച്ച് ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ എൻ്റെ ഫാദർ അവിടെ പോളിടെക്നിക്ക് പഠിപ്പിച്ചതാണല്ലോ ഫാദർ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ തൊട്ടടുത്താണ് ജനിച്ചു വളർന്ന ആൾ. അപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ ഞാൻ എല്ലാ മാനേജ്മെൻറ്റുകളും നല്ലതാണ്, പക്ഷേ എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളെയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് ഡിസിപ്ലിനും കൂടുതലുണ്ട്.
എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റി, ഞാനൊരു നായർ സ്ത്രീയാണ്, ഞാൻ കാസ്റ്റ് പറയല്ല, നായർ സർവീസ് സൊസൈറ്റിക്കും സ്കൂളുകളുണ്ട്. എൻ്റെ അപ്പൂപ്പൻ നിരുപാധികം വിട്ടുകൊടുത്ത സ്കൂളെന്ന് പറഞ്ഞാൽ നായർ NSSനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പം പക്ഷേ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുമുണ്ട്. അത് ഞാൻ അസന്നിഗ്ധമായിട്ട് ഇവിടെ പറയുകയാണ്. പിന്നെ ഈ കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടി, കാരണം നിങ്ങളുടെ വീട്ടിലൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ ഈശ്വരൻ തന്ന നിധിയായിട്ട് വേണം നിങ്ങൾ അവരെ കണക്കാക്കാൻ. കാരണം ഓരോ വയസ്സ് കൂടുമ്പോഴും അവരുടെ ലോകപരിചയം നിങ്ങളെ അച്ഛനേക്കായാലും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമാണ് ലോകപരിചയം കൂടുതൽ. കാരണം അത്രയും വയസ്സ് അവർ പുറകോട്ട് സഞ്ചരിച്ചിട്ടാണ് നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ആയി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് തുല്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അച്ഛൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ അവരോട് വേണം നിങ്ങൾ ആദ്യം അത് പങ്കിടാൻ. കാരണം അവരതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തും. അച്ഛനും അമ്മയ്ക്കും അത്രയും പ്രായം കാണത്തില്ല. അവർ ചിലപ്പം എടുത്തടിച്ച് നീ അങ്ങനെ ചെയ്തോടാ, എങ്കിൽ പിന്നെ നിനക്ക് 2 അടി ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞ് നിങ്ങളടുത്ത് വരും. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയോടും വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ. അതേപോലെ തന്നെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൂടുതൽ ക്ഷമയും വേണം. കാരണം കേട്ട പാട് കേൾക്കാത്ത പാട് കുട്ടി ചെയ്തത് എന്താണെന്നോ കുട്ടി പറഞ്ഞത് എന്താണെന്നോ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം സൈക്കോളജിക്കലായിട്ട് അവരോട് പെരുമാറാൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ജനിക്കുമ്പോൾ അവർ ചീത്തക്കുട്ടികളായിട്ടൊന്നുമല്ല ജനിക്കുന്നത്, നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്. ഈ സമൂഹത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവർ കാണുന്നതും കേൾക്കുന്നതുമാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹം കൂടെ നന്നായെങ്കിലേ കുഞ്ഞുങ്ങൾ നന്നാകത്തുള്ളൂ. അപ്പോൾ അവരുടെ വിഷമം അവർ കാണുന്നത് ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കാണുന്നത്. അത് അവർ വന്ന് നിങ്ങളോട് സംശയം ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ചോദിക്കാൻ പാടില്ലാത്തതായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങളത് അതിൻ്റേതായിട്ടുള്ള അവരുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ നല്ലവണ്ണം സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ആ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ. ഞാനിത് പറയുന്നത് വളരെയധികം വിഷമത്തോടു കൂടിയാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും. എനിക്കൊരു കുഞ്ഞുമോനുണ്ട്, അതിവിടെ ഇല്ല, ഞങ്ങളുടെ കൂടെ അല്ല, അത് പുറത്താണ്. അപ്പോൾ ഈ സന്ധ്യ ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ ചർച്ചകളും കാണണം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും കൂടെയാണ്. സന്ധ്യയാകുമ്പോൾ തുറന്നു വയ്ക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങ് എണീറ്റ് പോകും. കാരണം സന്ധ്യയ്ക്ക് TV തുറന്നാൽ എല്ലാ ചാനലുകളിലും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇവിടെ നടക്കുന്ന ചീത്തക്കാര്യങ്ങളാണ് മൊത്തം വരുന്നത്. അതായത് സ്ത്രീ പീഡനവും കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോണതും, പിന്നെ രാഷ്ട്രീയക്കാർ അന്യോന്യം വൈര്യം തീർക്കാനായിട്ട് അവർ പീഡനം ഒരാൾ കുറച്ച് പറയുമ്പം മറ്റൊരാൾ കുറച്ചുകൂടെ കൂടുതൽ പറയും. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്കിന്നലെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യമെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഒന്നുമില്ല, കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് അവർ കാണാത്ത വിധം ഇതൊരു 9:30 കഴിഞ്ഞിട്ടായിക്കോട്ടെ, അന്നേരത്തേക്ക് അവരെല്ലാം ഉറങ്ങിക്കോളുമല്ലോ. ഇത് ഞാൻ പറയാൻ കാര്യം, എൻ്റെ കുഞ്ഞുമോൻ വളർന്നു വരുന്നത് ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്. അത് നിങ്ങൾ വിചാരിക്കും മോള് അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കും. അങ്ങനെയല്ല. ആ കുഞ്ഞുമോൾ പറഞ്ഞതുപോലെ ഇവിടെ IT കമ്പനിയിലെ ജീവിതം ദുസ്സഹമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ എടുത്തിട്ട് നല്ല റാങ്ക് GMATന് കിട്ടി. അങ്ങനെ പോയതാണ് എൻ്റെ മോള്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കുഞ്ഞുങ്ങളെല്ലാം പോകുന്നത് ഇങ്ങനെ രക്ഷപ്പെടാനാണ്. അവിടെ അവർക്ക് ജീവിതം ആസ്വദിക്കാം. 8 മണിക്കൂർ കൂടുതൽ IT കമ്പനികളൊന്നും അവിടെ പണിയെടുക്കത്തില്ല. കാരണം അവിടുത്തെ നിയമങ്ങൾ അത്ര ശക്തമാണ്. ഇവിടെ എത്ര തോന്നിയതുപോലെ ആണ് അവരോട് കാണിക്കുന്നത്, ക്രൂരതയാണ് കാണിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരോട്. കാരണം രാവിലെ 7:30ക്കും 8 മണിക്കും പോയാൽ രാത്രിയിൽ 10 മണിക്ക് വരുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മോൻ അവിടെ അകപ്പെട്ടത്. പക്ഷേ അവിടെ ചെന്ന് അത് നല്ലതായെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുപോലുള്ള പീഡനങ്ങളൊന്നും അവിടെ സന്ധിക്കില്ല. അതെല്ലാം 9:30 കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ന്യൂസ് മെയിൻ ചാനലിലെല്ലാം വരുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ അങ്ങനെയുള്ള ന്യൂസുകളെല്ലാം കൊടുക്കത്തുള്ളൂ. എന്തുകൊണ്ട് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ അത് പറ്റിക്കൂടാ? ഇത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഞാൻ എപ്പോഴും ഈ TV ന്യൂസുകൾ കാണുമ്പോൾ
ശരിക്കും എൻ്റെ ഹൃദയം തകരും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരായിട്ട് വളർന്നു വരുന്നവരെയും അവർ ഈ മോശം ന്യൂസുകൾ കേട്ടാണ് അവർ വളരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് തടയുക തന്നെ വേണം. നിങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചെങ്കിലേ അത് പറ്റത്തുള്ളൂ. ഇന്നലെ ഞാനത് ഡയറക്ടറുടെ അടുത്ത് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മന്ത്രിക്കും കൂടെ ഇത് എഴുതി കൊടുക്കും. വിദ്യാഭ്യാസ മന്ത്രി നല്ല മന്ത്രിയാണ് ശിവൻകുട്ടി സാറ്. ഞാൻ അത് എഴുതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അപ്പം അപ്പൂപ്പനും അമ്മൂമ്മയോടും ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങളുടെ കുഞ്ഞുമക്കൾ നിങ്ങളോട് എല്ലാം തുറന്നു പറയാനുള്ള മനസ്സുള്ളവരായിരിക്കണം നിങ്ങൾ. അങ്ങനെ വേണം അവരോട് പെരുമാറാൻ. അതേപോലെ തന്നെ അച്ഛനും അമ്മയും എൻ്റെ മോന് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മോനൊരബദ്ധം വന്നപ്പോൾ അവൻ അച്ഛനോടല്ല പറഞ്ഞ, അവൻ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഇല്ല. അപ്പോഴവൻ എന്നോടാണ് തുറന്നു പറഞ്ഞത്. അത് ഒരു സാമ്പത്തിക ക്രൈസിസ് ആയിരുന്നു, പറ്റിപ്പിൽ നടന്നതാണ്. ഞാൻ വളരെ സംയമനത്തോടു കൂടി അത് കൈകാര്യം ചെയ്തു. എത്ര ലക്ഷം, അത് എല്ലാവരുടെയും അറിവിലേക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. മോനെ എത്ര ലക്ഷമാണ് മറ്റുള്ളവരുടെ, അവൻ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോഴാണ് അത് അമ്മ ഏകദേശം 10 ലക്ഷത്തോളം വരും. ഞാൻ പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ, എത്ര നിസ്സാരമായിട്ടാണ് ഞാനത് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അത്രയല്ലേ ഉള്ളൂ, മോനതിന് പേടിക്കൊന്നും വേണ്ട. അതെങ്ങനെ അമ്മ അത്രയും രൂപ എങ്ങനെ ഉണ്ടാകും? മോനെ അപ്പൂപ്പൻ തന്ന സ്ഥലം അമ്മയ്ക്ക് കിടക്കുകയാണ്, അതിന് 15 ലക്ഷത്തിന് ആൾ വന്നിരിക്കുന്നത്. മോൻ എന്നാണെന്ന് പറഞ്ഞാൽ മതി, അമ്മ അത് കൈകാര്യം ചെയ്തോളാം. അപ്പോൾ ഇവനെ എൻജിനീയറിങ്ങിന് തേർഡ് ഇയർ പഠിക്കുകയാണ്. ഇവനെ കാണാഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ അവൻ ശംഖുമുഖം കടപ്പുറത്തിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കണം, ഇവിടെ അപ്പൂപ്പനും അമ്മമ്മയും അച്ഛന്മാരും ഒക്കെ കാണും എല്ലാവരുടെയും. മോനെ എന്താ വരാത്ത വീട്ടിലോട്ട്? ഞാനിനിയും വരുന്നില്ല അമ്മ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് എന്നെ അവന്മാരെല്ലാം പറ്റിക്കുകയായിരുന്നു. അവൻ എന്നെ പറ്റിക്കുകയായിരുന്നു, അതായത് ഒരുത്തൻ അവനെ പറ്റിക്കുകയായിരുന്നെന്ന്. അവൻ അതായത് പൈസ മറ്റുള്ള അവൻ്റെ കൂട്ടുകാരുടെയും കൂടെ ഇവൻ മുഖാന്തരം മേടിച്ചിട്ട് മറ്റേ ഷെയർ മാർക്കറ്റിൽ ഇറക്കി പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കുറേ കഴുകന്മാരും ഈ സമൂഹത്തിലുണ്ട്. അപ്പം അങ്ങനെ മോനോട് പറഞ്ഞു, ആണോ അമ്മ? ഞാൻ പറഞ്ഞു മോനിങ്ങി വാ, ഇതിനൊക്കെ 10 ലക്ഷം രൂപയിലേ ഉള്ളൂ. എങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപയിലെന്നുള്ളത് വളരെ നിസ്സാരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൂപ്പൻ തന്ന സ്ഥലത്തിന് 15 ലക്ഷത്തിന് ആൾ വന്നിരിക്കുക. അതേപോലെ ചുമ്മാതാ, അവിടെ അമ്പലത്തിൻ്റെ അടുത്തൊരു 30 സെൻറ്റ് സ്ഥലം എനിക്ക് തന്നിട്ടുണ്ട് നാട്ടിൽ. അതങ്ങനെ ആൾക്കാർ വന്നും പോയി എനിക്ക് അമ്പലമെന്ന് പറഞ്ഞ് അത് വിറ്റ് ഞാൻ അമ്പലമെന്ന് പറഞ്ഞ് അവർ നിസ്സാര വില പറയുന്നു. അങ്ങനെ മോനെ വീട്ടിൽ വരുത്തി എത്ര ബുദ്ധിപൂർവ്വം ഞാനത് കൈകാര്യം ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇവൻ താഴോട്ട് വരത്തില്ല, അവൻ്റെ റൂമിൽ പോയി ചെന്ന്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിച്ചു എന്തു പറ്റി? അത് അവനെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഭർത്താവിനോട് പറയുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം അവർക്ക് നമ്മുടെ സ്ത്രീകളുടെ അത്രയും ചിലപ്പോൾ ക്ഷമ കാണത്തില്ല. അങ്ങനെ പുള്ളി ചോദിച്ച് എന്തുവാണ്? ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയാണ് പ്രശ്നം. ആഹാ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ്റെ കരങ്ങൾ എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചതെന്നാണ്. കാരണം യവൻ്റെ അച്ഛൻ ഒരു ബാങ്ക് മാനേജരാണ്, കാനറ ബാങ്കിൻ്റെ. ഹസ്ബൻഡ് ട്രേഡ് യൂണിയൻ്റെ ആളാണ്, ബാങ്കിൽ ജോലിയാണ്. അവസാനം ഇവരുടെ യൂണിയൻകാരൊക്കെ ഇടപെട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ചിലവായിട്ടില്ലായിരുന്നു, മുതൽ കുറേ കിട്ടി. അത് ഈ മേടിച്ച കൂട്ടുകാർക്കെല്ലാം കൊടുത്തു. ബാക്കി ഞാൻ എൻ്റെ PF കംപ്ലീറ്റ് വലിച്ചിട്ട് മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ആ കൂട്ടുകാരന്മാർ കൊടുത്തത് അവരുടെ അമ്മയുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈ പൈസ അവർക്ക് പലിശ പോലെ അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തു, കാര്യം സോൾവായി. അപ്പം എത്രമാത്രം നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ ആലോചിച്ച് വയ്ക്കണം. അവരെ ചതിക്കാനായിട്ട് ചുറ്റുമുണ്ട് ആൾക്കാർ. അതും അതായത് നിഷ്കളങ്കരാണ് കുട്ടികൾ. ഒരു ഏജ് കഴിയുമ്പോഴേ അവർക്ക് ബുദ്ധി വരത്തുള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞു തന്നത് ഇത്രയും വലിയൊരു സാമ്പത്തിക ക്രൈസിസിൽ നിന്ന് സ്വന്തം മോനെ രക്ഷിച്ചെടുത്ത ആളെന്നുള്ള ഒരു അഭിമാനം കൂടെ എനിക്കുണ്ട്. കാരണം അന്നേരം ഞാൻ എൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ആ അപ്രോച്ച് എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ശംഖുമുഖം കടപ്പുറത്ത് അടിഞ്ഞുകൂടത്തേ ഉള്ളായിരുന്നു. കാരണം മരിക്കാൻ തന്നെ പോയതാണ്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അവന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. അവൻ UK അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് എൻ്റെ നാടിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാൻ അമ്മ അവിടെ നിന്ന് ഞാനിഞ്ഞ് വന്ന്. അവന് ശരിക്കും പറഞ്ഞാൽ 60 പേരടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഉടമസ്ഥനാണ്. ഇന്ത്യയിലെ ഏകദേശം 100 കോളേജുകളോളം അവൻ്റെ ക്ലയൻസാണ്.
പുറത്തും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. അവന് ജീവിതം എന്താണെന്ന് പഠിച്ചു. അപ്പം ഞാനിത് പറഞ്ഞു തന്നത്, ഇവിടെ ഇരിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛമ്മനും അധ്യാപകരും എല്ലാം ഇവരുണ്ട്. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ, കുട്ടികളിൽ നിന്നോ ഇല്ലെങ്കിൽ കുഞ്ഞുമക്കളിൽ നിന്നോ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ. കാരണം അവർ നമ്മളുടെ എല്ലാമാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞുമക്കളോട് പറയാനും എനിക്കിത്രയേ ഉള്ളൂ. എന്ത് നിങ്ങൾക്ക് കാര്യം വന്നാലും നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അടുത്തോ അമ്മൂമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയണം. അപ്പോൾ നിങ്ങൾക്ക് അവർ പരിഹാരം കണ്ടെത്തും. അവർ ജീവിതം കണ്ടവരാണ്. ഈ തിരിച്ചും എനിക്കങ്ങനെയുണ്ട്. പിന്നെ ഇവിടുത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നവരാണ് അധ്യാപകരെല്ലാം. എനിക്ക് കവടിയാറിലെ ക്രൈസ്റ്റ് നഗർ സ്കൂളുമായിട്ടും ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ ഒരു പുസ്തകം ഞാനതിവിടെ അയച്ചു തരാം. ജോജോ ആൻഡ് സാന്താക്ലോസ് എന്ന് പറഞ്ഞ കുട്ടികൾക്കുള്ള. ഞാൻ ശരിക്കും 10 ബാലപുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കുറേ മെറ്റീരിയലും എനിക്കിരിക്കുന്നുണ്ട് പബ്ലിഷ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കേട്ടോ? കുഞ്ഞുമക്കളൊക്കെ ഇതൊക്കെ കേട്ടല്ലോ? കേട്ടു. അപ്പോൾ ഒരു കഥ പറഞ്ഞാലോ? അപ്പം നിങ്ങൾക്കായിട്ട് ഞാനൊരു കഥ കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടുത്തെ ഒരു പ്രമുഖ മാസികയുടെ കുട്ടികളുടെ മാസിക പബ്ലിഷ് ചെയ്തതാണ്. അതിലൊരു ഗുണപാഠ കഥ ഉണ്ട്. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ കഥ തുടങ്ങാം അല്ലേ? അപ്പോൾ കഥ പറയട്ടെ. എൻ്റെ കഥയുടെ പേര് പാൽക്കള്ളൻ എന്നാണ്. അപ്പം പാൽക്കള്ളൻ എന്ന് പറഞ്ഞാൽ പാല് കട്ട് തിന്നുന്നവനല്ലേ, കട്ടെടുക്കുന്നവൻ. എൻ്റെ കഥയിലെ 2 കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഒരു പട്ടിയും പൂച്ചയുമാണ്. മിന്നുപൂച്ചയും ഡെയ്സി പട്ടിയും. ഓർക്കുന്നോ? മിന്നുപൂച്ചയും ഡെയ്സി പട്ടിയും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അടുത്തടുത്ത വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മിന്നുപൂച്ച ഇങ്ങനെ നിൽക്കുമ്പം ഡെയ്സി പട്ടി ഒരു കവർ പാലുമായിട്ട് അവനിങ്ങനെ പതുങ്ങി വരിക. അപ്പം മിന്നുപൂച്ച ഇങ്ങനെ നോക്കിയിട്ട് ഞാവൂ ഞാവൂ എന്നുവെച്ചാൽ ചോദിക്കുന്നത്, നീ എവിടെ പോയതാണ്? നീ എന്തോ ഈ കൊണ്ടുവന്നത്? നിനക്ക് ഈ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഡെയ്സി പട്ടി പറഞ്ഞു, എടി അതെ, എൻ്റെ യജമാനന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ രാത്രി മുഴുവനും യജമാനനെ സൂക്ഷിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് യജമാനൻ ഇന്ന് 1 കവർ പാല് മേടിച്ചു തന്നു. അപ്പം മിന്നിപ്പൂച്ച പറഞ്ഞു, അയ്യോ 1 കവർ പാലോ നിനക്ക് കിട്ടിയോ? 1 കവർ പാല് കിട്ടി. എൻ്റെ ആരോഗ്യം നോക്കണ്ടേ എൻ്റെ യജമാനന്? അങ്ങനെ അപ്പോൾ അതും കൊണ്ട് അവൻ നേരെ വീട്ടിലൊത്തോട്ട് പോയി. അവിടെ പോയി എല്ലാം കുടിച്ചു തീർത്ത്. അപ്പം മിന്നിപ്പൂച്ച വിചാരിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, ഇവൻ്റെ യജമാനൻ 1 കവർ പാല് മേടിച്ചു കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും അതേ സമയത്ത് ഇവൻ 1 കവർ പാലും കൊണ്ടുവരിക. അപ്പം മിന്നിപ്പൂച്ച ചോദിച്ചു, എടാ നിനക്ക് ഇന്നും 1 കവർ പാല് കിട്ടിയോ? എൻ്റെ ആരോഗ്യം നോക്കേണ്ടത് എൻ്റെ യജമാനൻ്റെ കടമയല്ലേ. ഞാൻ വെളുക്കോളം എന്ന് പറഞ്ഞ് കുരച്ചുകൊണ്ട് നടക്കുകയല്ലേ. അപ്പം പിന്നെ കള്ളന്മാരെയെല്ലാം ഓടിച്ച് ഞാൻ നടക്കുകയല്ലേ. നീയാണെങ്കിൽ ഞാവെന്ന് മാത്രം കരഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കുകയല്ലേ. ഞാനങ്ങനല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇന്നും 1 കവർ പാല് യജമാനൻ മേടിച്ചു തന്നു. ഇത് കണ്ടപ്പം എന്നിട്ട് അതും കൊണ്ട് അവൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം ഇത് കണ്ടപ്പം മിന്നിപ്പൂച്ച വിചാരിച്ചു, യവനാൾ ഇതൊന്നും അത്ര ശരിയല്ല, ഇതെന്തുവാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ മിന്നിപ്പൂച്ച പതുക്കെ ഈ പാല് വിൽക്കുന്ന കടയുടെ അടുത്തൂടെ പോയി. കടയുടെ അടുത്തൂടെ പോയപ്പം ആ പാൽ കടക്കാരൻ പാല് കൊണ്ടുവരുന്ന ആ പയ്യനോട് പറയുക, എടാ ഇന്ന് 1 കവർ പാല് കുറവായിരുന്നു, നീ ഇവിടുന്ന് പാലെടുത്തോണ്ട് പോയോ? ഉടനെ തന്നെ പാല് കൊണ്ടുവരുന്ന പയ്യൻ പറയും, അയ്യോ ചേട്ടാ ഞാനൊന്നും എടുത്തില്ല, എണ്ണയല്ലേ അവിടെ ഇട്ടിരുന്നത്, പക്ഷെ പാല് 1 കവർ കുറവായിരുന്നല്ലോടാ, ഞാൻ എടുത്തില്ല ചേട്ടാ. അപ്പോൾ ഇയാൾ ശരിക്കും വഴക്ക് പറഞ്ഞിട്ട് പോ നാളെയും കൊണ്ടുപോവാ ഇങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പം മിന്നിപ്പൂച്ച അവിടെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമായിരുന്നു.
അപ്പം മിനിപ്പൂച്ച വിചാരിച്ച അപ്പം എനിക്ക് മനസ്സിലായി അവൻ എവിടെ നിന്നാണ് പാല് കൊണ്ടുവരുന്നത്. മിനിപ്പൂച്ച അവിടെ ഒരു ചെറിയ കുറ്റിക്കാട് ഉണ്ടായിരുന്നു, അവിടെ എല്ലാം സ്ഥലം എല്ലാം നോക്കിയിട്ടു. പിറ്റേ ദിവസം രാവിലെ പാല് കൊണ്ടുവരുന്നതിനേക്കാളും മുമ്പേ മിന്നിപ്പൂച്ച ആ കുറ്റിക്കാട്ടിൽ പോയി സ്ഥാനം പിടിച്ചിട്ട് പതുങ്ങിയിരുന്നിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഡെയ്സി പട്ടി നല്ല വാലൊക്കെ കുലുക്കി അതുവഴി വരിക. അപ്പം മിന്നിപ്പൂച്ച അനങ്ങാതെ മിണ്ടാതിരിക്കുക. ഇവൻ വന്ന് ആ പാല് ഇട്ടിരിക്കുന്ന ആ ചതുരപ്പെട്ടിയിൽ നിന്ന് ഒരു കവർ പാല് എടുത്തോണ്ട് ഓടുകയും മിന്നിപ്പൂച്ച പുറകെ വാണം വിട്ട പോലെ ഇതിൻ്റെ പുറകെ ഓടിയിട്ട് ഇവൻ പാല് കുടിക്കാനായിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ മിന്നിപ്പൂച്ച ചെന്നു. എന്നിട്ട് പറഞ്ഞെടാ, നിനക്ക് യജമാനം മേടിച്ച് തന്ന പാലാ അല്ലേ? ആ അതെ. എടാ, നീ കള്ളമൊന്നും പറയണ്ട, ഞാൻ ആ കുറ്റിക്കാട്ടി പതുങ്ങിയിരിക്കുകയായിരുന്നു. നീ എവിടെ നിന്നാണ് പാലെടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടു നീ പാലും കടിച്ചുകൊണ്ട് പോണത്. എവിടുന്നാ ഇവൻ ചോദിക്കുമോ? ഡെയ്സിപ്പട്ടി ചോദിക്കുമോ? നീ ആ പാൽക്കടക്കാരൻ്റെ പാത്രത്തിൽ നിന്നല്ല ഈ പാലും എടുത്തുകൊണ്ട് ഓടി വന്നത്. അപ്പോൾ പറഞ്ഞു, നീ അങ്ങനെ കണ്ടു? ഞാൻ ആ കുറ്റിക്കാട്ടി പതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു പറഞ്ഞു. എടാ, ആ പാൽക്കടയിൽ പാല് കൊണ്ടുവരുന്ന ചെറുക്കനെ അയാൾ എന്തുമാത്രം വഴക്ക് പറഞ്ഞെന്ന് നിനക്കറിയാമോ? നീ അത് വല്ല അറിയുന്നുണ്ടോ? അങ്ങനെയാണോ? അപ്പോൾ പറഞ്ഞു, നീ പാല് കട്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് ആ പാൽക്കടക്കാരൻ്റെ പാല് കൊണ്ടുവരുന്ന അവനെ ശരിക്കും വഴക്ക് കേട്ടു. ആണോ മിന്നു? അവനന്നേരം അത് കേട്ടപ്പം വിഷമം തോന്നി. അതേടാ, ഞാൻ കേട്ടതാണ്. എടാ, മറ്റുള്ളവരുടെ മോഷ്ടിച്ച് ഒരിക്കലും കഴിക്കരുത്. അത് ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റാണ്. പൂച്ചയാണേലും അവൻ പട്ടിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വേറെ എവിടുന്നെങ്കിലും അതിൻ്റെ ശിക്ഷ കിട്ടുകയും ചെയ്യും. അത് കേട്ടപ്പോൾ ഡെയ്സി പട്ടി ഒരുപാട് വിഷമിച്ചിട്ട് മിന്നിപ്പൂച്ചെടുത്ത് പറഞ്ഞു, ആ ഡെയ്സി, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു മിന്നു, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു മിന്നു. അപ്പോൾ പറഞ്ഞു, ഇപ്പം നിനക്ക് നിൻ്റെ തെറ്റ് മനസ്സിലായി. ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കത്തില്ല. നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്. അപ്പം മിന്നു ചോദിച്ചു, ഞാൻ സുഹൃത്താണ്, നിനക്ക് ദേഷ്യമൊന്നുമില്ല എന്നോട്? നീ മോഷ്ടിച്ച കാര്യമല്ലേ ഞാൻ പറഞ്ഞു? അല്ല കൂട്ടുകാരി, എൻ്റെ തെറ്റ് നീ ചൂണ്ടിക്കാണിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതർ. അപ്പം മിന്നു ചോദിച്ചു, ഡെയ്സി, നിനക്ക് എന്നോട് പിണക്കമൊന്നുമില്ലേ? ഇല്ല മിന്നു, ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോഴേക്ക് രണ്ടുപേരും കൂടെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പിരിഞ്ഞു. മനസ്സിലായോ? ഇതിൽ ഒരു ഗുണപാഠമുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, അല്ലാണ്ട് നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങൾ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണം. ഇത്രയേ ഉള്ളൂ. കഥ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം. ആയല്ലോ. അപ്പം ഈ അമ്മുമ്മ ഇവിടെ എൻ്റെ ഈ ചീഫ് ഗസ്റ്റിൻ്റെ പരിപാടി അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഗ്രാൻഡ് പേരൻസിനുള്ള പങ്ക് വളരെ വലുതാണ്. അവർ നൽകുന്ന വാത്സല്യം, സ്നേഹം, പിന്തുണ എന്നിവ കുട്ടികളുടെ മാനസികവും വൈകാരികമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മൂല്യങ്ങളെ രൂപപ്പെടുത്തുകയും ഇന്നത്തെ നമ്മളായി നമ്മെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. തിരക്കേറിയ ലോകത്തിൽ നമ്മുടെ കുട്ടികളെ നല്ല മനുഷ്യരായി വളർത്തുന്നതിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ പങ്ക് വലുതാണ്. അവരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളെ നമുക്ക് വിലമതിക്കാം. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ ബഹുമാനിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞത എടുക്കാം. ഇന്ന് ഇവിടെ എത്തിയ എല്ലാ ഗ്രാൻഡ് പേരൻസിനും ഈ വിദ്യാലയത്തിൻ്റെയും PTA-യുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി ഉണ്ടായിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. സംഗീതം എന്നും നമ്മുടെ കാതുകളിൽ കുളിർമഴ ചൊരിയുന്നതാണ്. നിങ്ങൾക്ക് മുന്നിൽ ഒരു ഗാനവുമായി എത്തുന്നു
4Dയിലെ ജാനകി കൃഷ്ണയുടെ മുത്തച്ഛൻ ശ്രീ സുരേഷ് കുമാർ. വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുരി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പമ്പാതരസ്ഥടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ. പമ്പാതരസ്ഥടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ. വിന്ധ്യഹിമാചല സഖ്യാനുസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ വർഗീയ വിത്തു വിതയ്ക്കരുതേ. കുരി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നിളയും ഇന്ത്യ തന്നക്ഷരനിധികൾ എന്നെന്നും ഇന്ത്യ തന്നൈശ്വര്യകനികൾ. കുരി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്
കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. പ്രാധാന്യമുള്ളതാണ് സംഗീത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ്. ഒരു കീബോർഡ് വിസ്മയവുമായി എത്തുന്നു 5Bയിൽ നിന്നും RLAK. പാട്ടുപാടിയും നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും നമുക്ക് പരിചയമുണ്ട്. അവർ നമുക്ക് മുമ്പിൽ ഒരുമിച്ച് നൃത്തം അവതരിപ്പിച്ചാലോ? നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു 4Hലെ അവന്തിക AKയും അവന്തികയുടെ മുത്തച്ഛനും മുത്തശ്ശിയുമായ ശ്രീ കൃഷ്ണൻകുട്ടി നായരും ശ്രീമതി വിജയലക്ഷ്മിയും. Vale
താങ്ക് യു. നമ്മുടെ മുത്തശ്ശി മുത്തച്ഛന്മാരുടെ കലാവിരുന്ന് അവസാനിക്കുന്നില്ല. അവരോടൊപ്പം ആടാനും പാടാനും കഴിയുക എന്നത് ഒരു അനുഗ്രഹമായി കണക്കാക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു പാട്ടുമായി എത്തുന്നു 4Aയിലെ വേദ് ഭാസ്കറും മുത്തശ്ശി ചന്ദ്രികാദേവിയും. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിരിയിലലിയുന്ന ജീവമേഘം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിരിയിലലിയുന്ന ജീവമേഘം. താരകയോ നീലത്താമരയോ നിന്താരണി കണ്ണിൽ കത് ചൊരിഞ്ഞു. താരകയോ നീലത്താമരയോ നിന്താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. വർണ്ണമേഘമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമതു പകർന്നു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്ന ജീവമേഘം. മാധവം. മാധവമോ നവഹേമന്തമോ നിൻമണിക്കതിർമലരാവിടത്തിയെങ്കിൽ, മാധവമോ നവഹേമന്തമോ നിൻമണിക്കതിർമലരാവിടത്തിയെങ്കിൽ, തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർ ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിരിയിലലിയുന്ന ജീവമേഘം. അടുത്തതായി സ്വന്തമായി എഴുതിയ ശ്രീകൃഷ്ണ ഭക്തി ഗാനവുമായി എത്തുന്നു 5Hലെ ശ്രദ്ധ എസ് ഷൈനുവിൻ്റെയും 1Gയിലെ ശ്രിയ എസ് ഷൈനുവിൻ്റെയും മുത്തശ്ശി ശ്രീമതി സുപ്രഭ ബാലചന്ദ്രൻ. ഒരു സിംഗറല്ല, ഫസ്റ്റിലാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്, ആദ്യമായിട്ടാണ്. ഞാൻ എഴുതിയ പാട്ടായതുകൊണ്ട് സ്റ്റേജിൽ പാടാനായിട്ട് എനിക്കൊരാഗ്രഹം. അതുകൊണ്ടാണ് എൻ്റെ കൊച്ചുമക്കളോടൊപ്പം ഞാൻ നിൽക്കുന്നത്. കാത്തു നിൽക്കും ഭക്തരുടെ മുന്നിലെത്തും കണ്ണ, കൽവിളക്കിൽ തിരി തെളിച്ചു പ്രഭ ചൊരിയും കണ്ണ, പാഴ്മുളം തണ്ടുകളിൽ നാദമാകും കണ്ണ,
ഓടക്കുഴലൂതിയൂതി ഓടിയെത്തും കണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ തുളസിമാല മുല്ലമാല കൈകളിലേന്തി ഉള്ളിൽ നാരായണ നാരായണ നാമം ജപിച്ചു തുളസിമാല മുല്ലമാല കൈകളിലേന്തി ഉള്ളിൽ നാരായണ നാരായണ നാമം ജപിച്ചു നാമജപ മന്ത്രവുമായി മുന്നിൽ വന്നെത്തി ഞങ്ങൾ കുമ്പിടുന്നു കൂപ്പിടുന്നു വരമരുളേണേ കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാത്തു നിൽക്കും ഭക്തരുടെ മുന്നിലെത്തും കണ്ണ കൽവിളക്കിൽ തിരി തെളിച്ചു പ്രഭ ചൊരിയും കണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ വിശ്വരൂപിയായ വിഷ്ണുമായയായി വന്നു ഉണ്ണിക്കണ്ണനായി വന്നു നിന്നു പുഞ്ചിരി തൂകി വിശ്വരൂപിയായ വിഷ്ണുമായയായി വന്നു ഉണ്ണിക്കണ്ണനായി വന്നു നിന്നു പുഞ്ചിരി തൂകി മായ കാട്ടി മുന്നിൽ വന്നു മറഞ്ഞു പോയി ഉള്ളിലൂടെ കുഴലൂതിയൂതി ഭക്തിയുണർത്തി കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാത്തു നിൽക്കും ഭക്തരുടെ മുന്നിലെത്തും കണ്ണ കൽവിളക്കിൽ തിരി തെളിച്ചു പ്രഭ ചൊരിയും കണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ ജ്ഞാനമില്ലാതെ അറിവില്ലാതെ തെറ്റുകൾ ചെയ്തു ഉള്ളിൽ പശ്ചാത്താപ വിവശരായി ഞങ്ങൾ നിൽക്കുമ്പോൾ ജ്ഞാനമില്ലാതെ അറിവില്ലാതെ തെറ്റുകൾ ചെയ്തു ഉള്ളിൽ പശ്ചാത്താപ വിവശരായി ഞങ്ങൾ നിൽക്കുമ്പോൾ മാപ്പു തന്നു മോക്ഷം തന്നു കൂടെ കൂട്ടും കണ്ണാ നാമമല്ലാതെന്തു നൽകുമെല്ലാം നീയല്ലോ കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാത്തു നിൽക്കും ഭക്തരുടെ മുന്നിലെത്തും കണ്ണ കൽവിളക്കിൽ തിരി തെളിച്ചു പ്രഭ ചൊരിയും കണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ മത്സ്യമായി കൂർമ്മമായി വരാഹമൂർത്തിയായി നരസിംഹമായി വാമനനായി പരശുരാമനായി മത്സ്യമായി കൂർമ്മമായി വരാഹമൂർത്തിയായി നരസിംഹമായി വാമനനായി പരശുരാമനായി വില്ലുമേന്തി ശ്രീരാമനും ബലരാമനുമായി കണ്ണൻ ദുഷ്ട നിഗ്രഹത്തിനായി കൽകിയായി വന്നു കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കാത്തു നിൽക്കും ഭക്തരുടെ മുന്നിലെത്തും കണ്ണ കൽവിളക്കിൽ തിരി തെളിച്ചു പ്രഭ ചൊരിയും കണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കാർമുകിൽ വർണ്ണ കൊള്ളാം
പറയാമോ? താങ്ക് യു. നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹശാസനകൾ കൊണ്ട് നേർവഴിക്ക് നടത്തിയവരാണ് നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും. എന്നാൽ അവർ നമ്മുടെ അച്ഛനമ്മമാർ നമ്മെ ശാസിക്കുമ്പോൾ സ്നേഹവാത്സല്യത്തോടെ അതിൽ ഇടപെടാറുണ്ട്. എങ്കിലും അനുഭവജ്ഞാനം കൊണ്ട് സമ്പന്നരാണവർ. അവരുടെ ഓരോ വാക്കും അമൂല്യമാണ്. 5i അലീനയുടെ മുത്തച്ഛൻ ഡോക്ടർ KG മോഹൻ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് നമ്മോട് പങ്കുവയ്ക്കാൻ എത്തുന്നു. അദ്ദേഹം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുളയറയിലെ പ്രിൻസിപ്പളും റിട്ടയർഡ് പ്രൊഫസറുമാണ്. പുരോഹിതന്മാരെ, അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കൊച്ചുമക്കളെ, ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ഡോക്ടർ KG മോഹൻ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായിരുന്നു 30 വർഷം. റിട്ടയർ ചെയ്തതിന് ശേഷം VTM NSS കോളേജ്, വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു 2 വർഷം. ഇപ്പോൾ വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള ബിഷപ്പ് യേശുദാസൻ CSI ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് 4 വർഷം ഞാൻ ജോലി ചെയ്യുകയാണ്. എനിക്ക് 2 മക്കൾ. ആ 2 മക്കളും ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിച്ചതാണ്, ഇവിടെ അല്ല. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിച്ചു, ഇവിടെ അല്ല, വെള്ളയമ്പലം. ഞങ്ങളന്ന് കനകനഗറിലായിരുന്നു താമസം. അവരുടെ 2 പേരുടെയും 5 കൊച്ചുമക്കൾ ഇവിടെ ഇപ്പം പഠിക്കുന്നു. ആൻഡ്രിയ, അലീന, ആർണവ്, അദീന, നീരവ്. ആ 5 മക്കളെയും പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു ചെറിയ കഥ. മക്കളെ, നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടായിരിക്കണം. കൂട്ടുകാരില്ലാത്തവൻ, കൂട്ടുകാരൊത്ത് കളിക്കാത്തവൻ, കൂട്ടുകാരൊത്ത് ചിരിക്കാത്തവൻ, കൂട്ടുകാരൊത്ത് കരയാത്തവൻ, കൂട്ടുകാരെ ഇല്ലാത്തവൻ അപകടകാരിയാണ്. വെൻ യു സെലക്ട് ഫ്രണ്ട്സ്, സെലക്ട് ഗുഡ് ഫ്രണ്ട്സ്. അണ്ടർലൈൻ ഗുഡ്. ഈ കൂട്ടുകാരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടുകാരും. 10 കൂട്ടുകാരിൽ ഒരുത്തരൊരു മോഷണ സ്വഭാവം ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കുമ്പം നിങ്ങൾ അകത്ത് പോകണം. ഒരു കഥ പറഞ്ഞുതരാം. ഒരു കുളത്തിലൊരു തവള ഉണ്ടായിരുന്നു, തവള, ഫ്രോഗ്. തവള ഇങ്ങനെ വെള്ളത്തിൽ നീന്തി തുടിച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം കരയിൽ കൂടെ ഒരുത്തം പോകുന്നു. തവള ചോദിച്ചു, നിൻ്റെ പേരെന്താടേ? എലി. വാ നമുക്ക് കൂട്ടുകൂടാം. എലി പറഞ്ഞു, വേണ്ട, നിനക്ക് നിൻ്റെ ജീവിതം, എനിക്ക് എൻ്റെ ജീവിതം. തവള പറഞ്ഞു, അങ്ങനെ അല്ലടാ, നമ്മളൊരു സ്ഥലത്താണ്, വാ. എലി പറഞ്ഞു, വേണ്ട. തവള ചാടിക്കയറി കരയിലിരുന്നു. എലിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഇതാണടാ കൂട്ടുകെട്ട്, നമ്മൾ പിരിയാത്ത കൂട്ടുകാരാകണം. തവള ഒരു ചെറിയ കയറെടുത്ത് എലിയുടെ കാലിലും കെട്ടി, തവളയുടെ കാലിലും കെട്ടിപ്പിടിച്ചിരുന്നു. നേരെ ഉച്ചയായി, വെയിൽ കൂടിക്കൂടി വന്നു. ഒരുപാട് വെയിൽ കൂടിയപ്പം തവള പറഞ്ഞു, എനിക്കിങ്ങനെ ഒരുപാട് സമയം വെയിൽ കൊള്ളാൻ പറ്റൂല, ഞാൻ ഇതാ ചാടുന്നു. തവള വെള്ളത്തിൽ മുങ്ങാൻകുഴിയിട്ട് വന്നപ്പോൾ അടിയിലൊരുത്തം കിടന്ന് വിളിച്ചു, എന്നെ കെട്ടഴിച്ചു, കൊള 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 കൊള. വാ തുറന്നപ്പം വെള്ളമേ കയറിയുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞപ്പം കാണാം വെള്ളത്തിൻ്റെ മുകളിൽ ഒരു എലി ചത്തു മലന്ന് കിടക്കുന്നു. താണു പറന്ന ഒരു പരുന്ത് കണ്ടു, വെള്ളത്തിൻ്റെ മുകളിൽ ഒരു എലി കിടക്കുന്നു. കൂർത്ത നഖങ്ങൾ കൊണ്ട് കോരിയെടുത്ത് പറന്നപ്പോഴും നല്ല വെയിറ്റ്. പരുന്ത് തിരിഞ്ഞു നോക്കിയപ്പം കയറിൻ്റെ അറ്റത്ത് വേറെ ഒരുത്തം കിടക്കുന്നു, തവള. പരുന്ത് വിചാരിച്ചത് പോത്തീസായിരിക്കും, ഒന്നെടുത്താ ഒന്ന് ഫ്രീ. തവളയെ അവിടെ കിടന്ന് വിളിച്ച്, എന്നെ കെട്ടഴിച്ചു വിടണമേ, എനിക്ക് കൂട്ടുകെട്ട് വേണ്ടായേ, എന്നെ രക്ഷപ്പെടുത്തണമേ. രക്ഷപ്പെടാൻ പറ്റിയില്ല. മക്കളെ, തെറ്റായ കൂട്ടുകെട്ടുകളിലാകുമ്പം ആപത്ത് വരുമ്പം നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല, നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. സോ വെൻ യു സെലക്ട് ഫ്രണ്ട്സ്, സെലക്ട് ഗുഡ് ഫ്രണ്ട്സ്. 2ാമത്തെ പോയിന്റ്, വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ സക്സസ് ഓഫ് ലൈഫ്? ജീവിത വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? കൊച്ചുമക്കൾ അറിഞ്ഞിരിക്കണം. വില്ലിങ്നെസ് ടു വർക്ക് ഹാർഡ് കമ്പൈൻഡ് വിത്ത് ഓപ്റ്റിമിസം. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ദൈവമേ എന്നെ രക്ഷപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥനയും. അത് ഏത് മതമായാലും ഏത് ജാതിയായാലും. വില്ലിങ്നെസ് ടു വർക്ക് ഹാർഡ് കമ്പൈൻഡ് വിത്ത് ഓപ്റ്റിമിസം. എൻ്റെ ജീവിതത്തിലെ അനുഭവം. മൂത്തവൻ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതി. നാളെയാണ് റിസൾട്ട് വരുന്നത്. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ലക്ഷക്കണക്കിന് പിള്ളേരാണല്ലോ മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നത്. അവൻ്റെ റാങ്ക് എത്രയായിരിക്കും? ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് ഓർമ്മിച്ചത്, എൻ്റെ കൂടെ മാറിവേനീസ് കോളേജിൽ പഠിച്ച, പേര് പറയുന്നില്ല, അവനാണ് എൻട്രൻസ് ജോയിൻറ്റ് കമ്മീഷണർ. ഞാൻ വിളിച്ച് പറഞ്ഞടേ, നാളെ പത്രത്തിൽ വരും, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ, അവൻ്റെ നമ്പർ പറഞ്ഞു തരാം, അവൻ്റെ റാങ്ക് ഒന്ന് പറഞ്ഞേടാ. അവൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല, മന്ത്രി വന്ന് സ്വിച്ച് ഓൺ ചെയ്താലേ പറഞ്ഞു തരാൻ പറ്റൂ. അവൻ പറഞ്ഞു തന്നില്ല. ഞാൻ പറഞ്ഞിടാ, ഒന്ന് പറഞ്ഞേടാ, ഉറക്കം നാളെ നീ എന്തായാലും പത്രം ഓഫീസിൽ കൊടുത്തല്ലോ, എങ്കിൽ ഞാൻ പത്രം ഓഫീസിൽ നിന്ന് വിളിച്ചോളാം. അവൻ പറഞ്ഞു, അവൻ്റെ റാങ്ക് 1110. ലക്ഷക്കണക്കിന് പിള്ളേർ എഴുതിയപ്പം അവൻ്റെ റാങ്ക് 1110. ഒരു പ്രയോജനവുമില്ല. അന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 150 സീറ്റ്, കേരളത്തിൽ 450 സീറ്റ്. ഒരു പ്രയോജനവുമില്ല. അവൻ നിരാശനായി നടന്നു. ഒരിടവും കിട്ടിയില്ല, നിരാശനായി നടന്നു.
2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? ഓ റിപ്പീറ്റ് ചെയ്യുന്നു. എടാ നീ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ പോലെ ഒരു തപസ് എടുക്കണം. എന്താണ് അച്ഛാ തപസ്? 24 മണിക്കൂറിൽ 15 മണിക്കൂറെങ്കിലും നീ പഠിച്ചിരിക്കണം. സിനിമ കാണാൻ പോകാറില്ല, സോഷ്യൽ ഫംഗ്ഷന് പോകാറില്ല, അവൻ പഠിച്ചു. 24 മണിക്കൂറിൽ 15 മണിക്കൂർ മുറിക്കകത്ത് കയറി ഇരുന്ന് പഠിച്ചു. 2ാമത് റിപ്പീറ്റ് ചെയ്തു. നാളെയാണ് റിസൾട്ട് വരുന്നത്. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാനും ഭാര്യയും കൂടെ വിളിച്ചു, ഡേ നമ്പർ പറഞ്ഞു തരാണ്, അവൻ്റെ റാങ്ക് ഒന്ന് പറഞ്ഞാ. അവൻ പറഞ്ഞു തന്നു, ലക്ഷക്കണക്കിന് പിള്ളേർ എഴുതിയപ്പോൾ അവൻ്റെ റാങ്ക് കേരളത്തിൽ 7. ഞാനും ഭാര്യയും കൊച്ചുമോനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷെ അവനെ കാണാനില്ല. രാത്രി 10 മണിയായി, അവനെ കാണാനില്ല. 10 മണിയായപ്പോൾ അവൻ കയറി വരുന്നു വീട്ടിൽ. ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ റാങ്ക് അറിഞ്ഞു, നീ എവിടെയായിരുന്നടാ? അച്ഛാ ഞാൻ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛാ. രാത്രി 10 മണിക്ക് ഏത് പള്ളിയടാ? പാളെ RC പള്ളി തുറന്ന് കിടക്കും. അവൻ ചെയ്യാനുള്ളത് ചെയ്തു, എന്നിട്ട് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ കൊച്ചുമക്കളെ, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യണം. നിങ്ങൾ ചെയ്യാൻ എന്ത് മാത്രമേ ഉള്ളൂ? പഠിത്തം മാത്രം. അതിനുള്ള സമ്പത്തെല്ലാം മാതാപിതാക്കൾ ഉള്ളിക്കൊള്ളും, സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കും. നിങ്ങളുടെ ജോലി പഠിത്തം. പിന്നെ നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. അത് ക്രിസ്തുവായാലും കൃഷ്ണനായാലും അള്ളാഹു ആയാലും നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ രക്ഷപ്പെടുത്തണമേ. ദിസ് ഈസ് ദി സീക്രറ്റ് ബിഹൈൻഡ് ദ സക്സസ് ഓഫ് ലൈഫ്. അതുമാത്രവുമല്ല, ലൂലു മാളിൽ പോയിട്ടുണ്ടോ? ലൂലു മാളിൻ്റെ ഓണറെ പേര് പറയാമോ? യൂസഫ് അലി ആരായിരുന്നു? സ്വന്തം പിതാവിൻ്റെ പലചരക്ക് കടയിൽ സാധനം എടുത്തു കൊടുക്കുന്ന പയ്യൻ. വണ്ടിയിൽ വരുമ്പം അരി ചുമന്നു കൊണ്ടുവയ്ക്കുന്ന പയ്യൻ. കുറച്ച് കഴിഞ്ഞപ്പം ഈ പയ്യൻ പറഞ്ഞു, യൂസഫ് അലി പറഞ്ഞു, ഉപ്പാ ഞാൻ ഗൾഫിൽ പോട്ടോ, എൻ്റെ വല്യപ്പ അവിടെയും കട നടത്തുന്നുണ്ട്, വല്യപ്പയ്ക്ക് ഇത് തന്നെ ജോലി, പലചരക്ക് കട. നീ പോ. ഇവനെ കയറ്റിവിട്ടു. അവിടെയും ചെന്ന് അവൻ അത് ജോലി തന്നെ ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നോക്കിയപ്പം ആ കടയിൽ ഏറ്റവും വിറ്റ് പോകുന്നത് നിപ്പിൾ. കൊച്ചു കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സാധനം ഉണ്ടല്ലോ, നിപ്പിൾ. അവൻ നിപ്പിൾ കൊണ്ട് കൊടുക്കുന്നവൻ്റെ അടുത്ത് ചോദിച്ചു, എടേ നിനക്ക് ഈ നിപ്പിൾ എവിടെ നിന്ന് കിട്ടുന്നു? അത് ഞാൻ ഒരു ഹോൾസെയിൽക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉദിച്ചു, എനിക്കെന്തുകൊണ്ട് ഹോൾസെയിൽക്കാരൻ്റെ അടുത്ത് നേരിട്ട് വാങ്ങിച്ചുകൂടാ? അദ്ദേഹം നിപ്പിൾ ഹോൾസെയിൽക്കാരൻ്റെ അടുത്ത് നേരിട്ട് വാങ്ങിച്ചു. കുറച്ചുകൂടെ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങി. ആളുകൾ കൂടി. കുറച്ച് കഴിഞ്ഞ് ഹോൾസെയിൽക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടുന്നു? എനിക്കിത് കമ്പനിയിൽ നിന്ന് കിട്ടുന്നു. ബുദ്ധി ഉദിച്ചു, എങ്കിൽ എനിക്ക് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചൂടെ? കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചു, വില കുറച്ച് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബുദ്ധി ഉദിച്ചു, അന്ന് ഞാനും പോയിട്ടുണ്ട് ദുബായിൽ. 50 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് വെളിയിൽ. അരി വാങ്ങിക്കാൻ അരിക്കടയിൽ പോകണം, കുട വാങ്ങിക്കാൻ കുടക്കടയിൽ പോകണം, സ്വർണം വാങ്ങിക്കാൻ സ്വർണ്ണക്കടയിൽ പോകണം, തുണി വാങ്ങിക്കാൻ തുണിക്കടയിൽ പോകണം. ഇതെല്ലാം കൂടെ ഒരു കെട്ടിടത്തിനകത്താക്കിക്കൂടെ? ലോകത്തിൽ ആദ്യത്തെ മാൾ അങ്ങനെ വന്നു. ഇന്ന് യൂസഫ് അലിക്ക് എത്ര മാളുണ്ടെന്നറിയാമോ? 300-ലധികം. മക്കളെ, ദിസ് ഈസ് ദ സീക്രറ്റ്. വില്ലിങ്നെസ് ടു വർക്ക് ഹാർഡ് കമ്പൈൻഡ് വിത്ത് ഓപ്റ്റിമിസം. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. KP യോഹന്നാൻ എന്ന് പറഞ്ഞൊരാളിനെ കേട്ടിട്ടുണ്ടോ? KP യോഹന്നാൻ ഒരു പുരോഹിതൻ. അദ്ദേഹം ആസ്ട്രേലിയയിൽ നടന്ന സംഭവമാണ്. ആസ്ട്രേലിയയിൽ സുവിശേഷ പ്രസംഗത്തിനായി പോകുന്നതിന് വേണ്ടി ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് ലേറ്റായി. കിട്ടിയ പത്രം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു 2 ദിവസം പ്രായമായ ഒരു കുട്ടിയെ ആരോ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ അങ്ങനെയില്ല. അമ്മത്തൊട്ടിൽ പ്രസവിക്കുക, കൊണ്ടിടുക. അന്ന് അവിടെ ഇല്ലാത്തതുകൊണ്ട് തെരുവിലിട്ടിട്ട് പോയി. ആ പത്രം അല്പം കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു, ആ കുട്ടി ഒരു പട്ടിയുടെ പാല് കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. 2 ദിവസം പ്രായമായ അമ്മ ഉപേക്ഷിച്ച ആ മനുഷ്യക്കുട്ടി ഒരു പട്ടിയുടെ പാല് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോഴയാൾ വിചാരിച്ചു, ഒരു പട്ടിക്ക് ഒരു കുട്ടിക്ക് ആഹാരം കൊടുക്കാമെങ്കിൽ എനിക്കൊരു കുട്ടിക്ക് ആഹാരം കൊടുത്തൂടെ? അതാണ് ചിന്ത. അനുയായികളെ വിളിച്ചു പറഞ്ഞു, എന്തിന് സുവിശേഷം ഉണ്ടാക്കാൻ ഞാൻ അവിടെ പോണ്? 1 കിലോമീറ്റർ ചുറ്റിലും ഒരു കുട്ടി പോലും വിശന്നിരിക്കാൻ പാടില്ല. 1 കിലോമീറ്റർ 9 കിലോമീറ്ററായി, 9 കിലോമീറ്റർ 50 രാജ്യങ്ങളായി. മക്കളെ, നിങ്ങൾ വലിയ വ്യക്തികളാവും, ആകണം. ലക്ഷങ്ങൾ വാങ്ങിച്ച് ശമ്പളവും എടുത്ത് കാറും എടുത്ത് പുറത്തിറങ്ങുമ്പം അടുത്ത വീട്ടിൽ ആഹാരമില്ലാതൊരു കുട്ടി ഇരിക്കുന്നെങ്കിൽ അതിനെ കാണാതെ പോകരുത്. ഓക്കെ, നെക്സ്റ്റ്. മക്കളെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫെയിൽ? FAIL, ഫെയിൽ.
കേട്ടൂടാ, എന്നാലും ഞാൻ പറയാം. ഫസ്റ്റ് അപ്രോച്ച് ഇൻ ലേണിംഗ്, ഫസ്റ്റ് അപ്രോച്ച് ഇൻ ലേണിംഗ്, അതാണ് ഫെയിൽ. പഠിച്ചു, റിസൾട്ട് വന്നു, തോറ്റുപോയി, പേടിക്കണ്ട. ദിസ് ഈസ് ദ ഫസ്റ്റ് അപ്രോച്ച്, ദിസ് ഈസ് ദ ഫസ്റ്റ് അപ്രോച്ച്. എൻ്റെ ഒരു ബന്ധു കഴിഞ്ഞ വർഷം IAS കിട്ടി നെയ്യാറ്റിൻകരയിൽ. ആദ്യത്തെ പ്രാവശ്യമല്ല കുട്ടിക്ക് കിട്ടിയത്, 4ാമത്തെ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ലെന്ന് പറഞ്ഞ് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ ചാടിച്ചത്തില്ല. നമ്മൾ മൃഗങ്ങളെ കണ്ടുപിടിക്കണം. ഒരു സിംഹം ഒരു മാനിനെ ഓട്ടിക്കുകയാണ്, കിട്ടിയില്ല. സിംഹം കയറും എടുത്തോണ്ട് തൂങ്ങിച്ചാവാൻ പോവോ? സിംഹം എന്ത് ചെയ്യും? വീണ്ടും ഓട്ടിക്കും. ഏതുവരെ ഓട്ടിക്കും? കിട്ടുന്നത് വരെ ഓട്ടിക്കും, കിട്ടുന്നത് വരെ. മക്കളെ, നിങ്ങളുടെ മുൻപിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കണം. ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽവിയല്ല. ദുഃഖിച്ചിരിക്കരുത്, ദേഷ്യപ്പെടരുത്, ഒന്നും ചെയ്യരുത്. ഫസ്റ്റ് അപ്രോച്ച് ഇൻ ലേണിംഗ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നോ? നോ ഫുൾ ഫോം നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ പഠിച്ച് വലുതാകും, ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അവർ പറയും വാക്കൻസി, നോ വാക്കൻസി. പേടിക്കണ്ട, വിഷമിക്കരുത്, ദുഃഖിക്കരുത്, തിരിഞ്ഞു പറയണം ദർ ആർ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതായിരിക്കണം നിങ്ങളുടെ ജീവിതം. നാം വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും വൻമരമായിട്ടില്ല. സ്വന്തം വേരുകൾ വെള്ളം കണ്ടെത്തിയ മരങ്ങൾ മാത്രമേ വൻമരമായിട്ടുള്ളൂ. ഈ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ ഈ പുരോഹിതന്മാരുടെ അനുഗ്രഹത്തിൽ, ഈ അധ്യാപകരുടെ ആശീർവാദത്തിൽ പഠിക്കുന്ന നിങ്ങൾ ഉന്നതന്മാരാകണം. സ്വന്തം വേരുകൾ വെള്ളം കണ്ടെത്തണം. മാതാപിതാക്കൾക്ക് എന്നെപ്പോലുള്ള അപ്പൂമ്മമാർക്കും തണലേകണം. അങ്ങനെ ജീവിക്കണം. ലാസ്റ്റ് പോയിന്റ്, വെൻ റെയിൻ കംസ് all the birds fly away for shelter, only eagle fly above the clouds to avoid the rain. മഴ വരുമ്പോഴെല്ലാ പക്ഷികളും മാളം തേടി അഭയം തേടി പറന്നകലും. കഴുകൻ മാത്രം മഴമേഘങ്ങൾക്ക് മുകളിൽ പറന്നുയരും, അവിടെ മഴയില്ല. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യുന്ന നിങ്ങൾ ജീവിതത്തിൽ ഉന്നതന്മാരാകുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടരുത്, ആത്മഹത്യക്ക് ശ്രമിക്കരുത്, വീട് വിട്ട് നിൽക്കരുത്. പറയണം, when rain comes all the birds fly away for shelter. മഴ വരുമ്പോഴെല്ലാ പക്ഷികളും മാളം തേടി അഭയം തേടി പറന്നകലും. കഴുകൻ മാത്രം മഴമേഘങ്ങൾക്ക് മുകളിൽ പറന്നുയരും, അവിടെ മഴയില്ല, പ്രതിസന്ധിയില്ല. താങ്ക് യു. സമ്മാനദാനത്തിനായി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ആയ റവറൻ ഫാദർ സിരിയൽ കാനായിൽ അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നടന്ന രസകരമായ ഗെയിംസിൽ പങ്കെടുത്ത എല്ലാവരും ഒരർത്ഥത്തിൽ വിജയികൾ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് ഓരോ മത്സരാർത്ഥികളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൊച്ചുമക്കളോടൊപ്പം വിജയികളായവർ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കടന്നു വരേണ്ടതാണ്. ഗെയിം 2 മുത്തശ്ശി മുത്തച്ഛൻ ചലഞ്ച്. ശ്രീ മുരളീധരൻ, ജയശ്രീ, അഗ്നിവേശ് 3F, ശ്രീ ആൻ്റണി, ശ്രീമതി മോൻ, ശ്രീ വിജയരാജ്, ശ്രീമതി സെൽവ മേരി, ഡെറിക് റോബൻ 5I. ഗെയിം 3 പന്തെടുക്കും പന്തയം. ശ്രീമതി സരസ്വതി, ജോഷ്യ 5A. താങ്ക് യു. ഇന്നത്തെ ഈ മനോഹരമായ ദിവസം ഇത്രയേറെ മികവുറ്റതാക്കാൻ നമുക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്ന ഈ സ്കൂളിൻ്റെ നെടും തൂണായ പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിറിയൽ കാനായിൽ അവർകളെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക്, നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഇവർക്ക് അനുഗ്രഹമാണ്, പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്. ഈ അനുഭവത്തിന് ഒരു വിലയിടുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറേ സ്വർണ്ണം ഇരിപ്പുണ്ട് അല്ലേ? ആ സ്വർണത്തിന് എല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അതിന് എന്തുമാത്രം വില വരും എന്നെല്ലാവരും കണക്ക് കൂട്ടി. അപ്പോൾ സ്വർണത്തിൻ്റെ അന്നത്തെ വില അനുസരിച്ച് അത് തൂക്കി നോക്കിയിട്ട് വില ഇട്ടാൽ അതിൻ്റെ വില പൂർണ്ണമാവുമോ? ആകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്വർണത്തിന് പഴക്കമുണ്ട്. അപ്പോൾ പഴകുമ്പോൾ സ്വർണത്തിനൊക്കെ വില കൂടും. അല്ലെങ്കിൽ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. പഴയ കാറ്, പഴയ വീട്, ഇങ്ങനെ പഴയ സാധനങ്ങൾക്ക് ശരിക്കും വില കൂടുതലുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാലത്തെ അതിജീവിക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ അനുഭവത്തിൻ്റെ ആ ഒരു മൂല്യം അതിനുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഒക്കെ. അനുഭവമുള്ളവർ, ജ്ഞാനമുള്ളവർ നമ്മോടൊത്തുണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. പലപ്പോഴും നിരാശ തോന്നാറുണ്ട്. മനുഷ്യൻ പലപ്പോഴും ഈ മൂല്യത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത്, അവരുടെ വാക്ക് കേൾക്കാത്തത്, അവർ പറയുന്നത് അനുസരിക്കാത്തത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം ഇതാണ്. നമ്മൾ ഈ മാതാപിതാക്കളുടെ അനുഭവത്തിൻ്റെ മൂല്യം അറിയണം, അനുഭവിക്കണം. അവരുടെ അനുഗ്രഹത്തിൻ്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ പ്രിയമുള്ള കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുകയാണ്. ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾക്കും ഈ സ്കൂളിനും ഇവിടെയുള്ള അധ്യാപകർക്കും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളിവിടെ കടന്നു വന്നതിന് നിങ്ങൾക്ക് ആദരവോടെ ഒത്തിരിയധികം നന്ദി സ്കൂളിലുള്ള എല്ലാ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും കുട്ടികളുടെയും പേരിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. താങ്ക് യു ഫാദർ. ഇന്നത്തെ മനോഹരമായ പരിപാടിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്ററായ രാജശേഖരൻ സാറിനെ ക്ഷണിക്കുന്നു. മണിക്ക് നമ്മുടെ പരിപാടി ആരംഭിച്ചു. 11:30 മണിയോടടുക്കുകയാണ്. ഇത്രയും സമയം നമ്മൾ നമ്മുടെ മുത്തച്ഛന്മാരോടും മുത്തശ്ശിമാരോടുമൊപ്പം ഇരുന്ന് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ വാർത്ത ഇന്ന് വരാൻ കഴിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും അവർ ഇവിടെ നടത്തിയ പെർഫോമൻസ്, ഇത് നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു പ്രധാന വിഷയം. അതോടുകൂടി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ അതിലെ പങ്കാളിത്തം ഏറ്റവും മികച്ചതാക്കി മാറ്റേണ്ടത് ഉത്തരവാദിത്വമായി നിങ്ങളുടെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. വന്നു ചേർന്ന എല്ലാ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഈ സ്റ്റേജിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ മോണിറ്ററിൽ കണ്ടാൽ അറിയാം, ഓണക്കാലം മുതൽ ഇതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ആരംഭിച്ചതാണ്. ഓണത്തിൻ്റെ സമയത്ത് വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയോടൊപ്പമുള്ള ഫോട്ടോ അത് നമുക്ക് അയക്കണം. അതിൻ്റെ കളക്ഷൻ കുറച്ചുകൂടെ വിപുലമായി നമ്മൾ ആലോചിച്ചു. അത് കൂടുതൽ ഭംഗിയെടുത്തേണ്ടതുണ്ട്. എങ്കിലും എത്തിച്ചേർന്ന എല്ലാവർക്കും, ഈ വാർത്ത കേൾക്കാൻ പോകുന്ന എല്ലാ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊപ്പം നിൽക്കുന്ന ആരെയും നമുക്ക് മാറ്റി നിർത്താനോ പകരം മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരാനോ സാധിക്കില്ല. മാതാപിതാക്കളെ പോലെ തന്നെ പകരം വെക്കാനാകാത്ത സ്നേഹനിധികളാണ് നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും. ഇത്രയും നേരം നമുക്കൊപ്പം ചെലവഴിച്ച് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി 4Dയിൽ നിന്നും ദിയ വൈശാഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ആധാരശിലകളാണ് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. അവരുടെ അനുഭവങ്ങളും ഉപദേശങ്ങളും സ്നേഹവും ശാന്തത നിറഞ്ഞ പെരുമാറ്റവുമെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളാണ്. ജീവിതത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മെ കൈപിടിച്ച് നടത്തിച്ച ഈ സുവർണ മുഖങ്ങൾ
നമുക്കെന്നും ഒരു അനുഗ്രഹമാണ്. അവരെ ആദരിക്കാനും ആനന്ദിപ്പിക്കാനും ലഭിക്കുന്ന ഓരോ മുഹൂർത്തങ്ങളും വിലപ്പെട്ടതുമാണ്. അനവധി പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിൽ ഗ്രാൻഡ് പേരൻസിനായി ഒരു ദിവസം കണ്ടെത്തുകയും അതിലൂടെ വാർദ്ധക്യത്തിൻ്റെ വിരസത മറന്ന് നമുക്കായി നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ആടിയും പാടിയും നമ്മെ അത്ഭുതപ്പെടുത്തും വിധം അരങ്ങിലെത്തുകയും ചെയ്തു. അവരുടെ ഓരോ പ്രകടനങ്ങളും നമുക്ക് മറക്കാനാകാത്ത നിമിഷങ്ങളും മനസ്സുണ്ടെങ്കിൽ ഏതു പ്രായത്തിലും നമുക്കെന്തും ചെയ്യാനാകും എന്നൊരു തിരിച്ചറിവുമാണ് നൽകുന്നത്. ഇത്തരമൊരു ഓർമ്മപ്പെടുത്തലിനും ഒരിക്കലും മായാത്ത ഓർമ്മകൾ സമ്മാനിച്ചതിനും എല്ലാ മുത്തശ്ശന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇന്നീ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മുഖ്യാതിഥി ശ്രീമതി കുസുമം ആർ പുന്നപ്ര അവർകൾക്കാണ്. ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാകും വിധം സന്ദേശം നൽകിയ ശ്രീമതി കുസുമം ആർ പുന്നപ്രയ്ക്കും സ്നേഹാദരവുകളോടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജീവിതത്തിൽ അത്യന്തം പ്രിയപ്പെട്ടവരായ മുത്തശ്ശന്മാരെ സ്നേഹപൂർവ്വം ആദരിക്കാനും അവർക്കൊപ്പം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാനും ഒരിക്കൽ കൂടി അവസരമൊരുക്കിത്തന്ന് വിദ്യാലയത്തിനും പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ സിറിയക്കാനായൽ CMI, ബേഴ്സർ ഫാദർ ഐസക് പുന്നു CMI, വൈസ് പ്രിൻസിപ്പൽ ശിവഗാമി മാം, ജൂനിയർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് മീനാക്ഷി മാം, അക്കാഡമിക് കോർഡിനേറ്റർ ശ്രീ രാജശേഖരൻ സർ, അഡ്മിനിസ്ട്രേറ്റർ ടോം സർ, PTA പ്രസിഡന്റ് ഡോക്ടർ അൻസു, സെക്ഷൻ ഹെഡ് മെറിൻ മാം, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രിയ കൂട്ടുകാർക്കും ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജീവിതത്തെക്കുറിച്ച് അനുഭവ ജ്ഞാനമുള്ളവരാണ് മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും. തിരക്കിട്ട ജീവിതയാത്രയിൽ അവരെ നമുക്ക് സ്നേഹത്തോടെ കൂടെ കൂട്ടാം. അവർക്കായി സമയം കണ്ടെത്താം. ചിരികളാൽ നിറഞ്ഞ ഈ ദിനവും കവിതകളാൽ തെളിഞ്ഞ ഈ വേദിയും എന്നെന്നും ഓർമ്മയായി നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാക്കും. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.